ഓം വറ്റൽമുളക് സ്വാഹ. ഓം രണ്ടാം വറ്റൽമുളക് സ്വാഹ. ഓം മൂന്നാം വറ്റൽമുളക് സ്വാഹ. എടി എടി അമ്മയും മോനും കൂടി ചേർന്ന് എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടുന്നേ? ആ നിങ്ങളോട് വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറന്നില്ലല്ലോ, അതാ പുകയ്ക്കുന്നേ. എടി മാളത്തിലിരിക്കുന്നവരൊക്കെ പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഒന്ന് നിർത്തടാ, ശ്വാസം വിടാൻ വയ്യാതെ ഞാൻ ചാകൂന്നാ തോന്നേ. അങ്ങനെയെങ്കിലേ കതക് തുറക്ക്. തുറക്കില്ലേടി? ആ തുറന്നില്ലെങ്കിലേ ശ്വാസം മുട്ടി ചാവും. ഉണക്കമുളക് ഒന്നുകൂടി ഇട്. നാലാം വറ്റൽമുളക് സ്വാഹ. നിർത്തടി നിർത്തടി. വാടാ. നീയൊക്കെ നന്നാവില്ലേടി, നീ നശിച്ചു പോ. നീ എന്നെ തന്നെ കൊല്ലാൻ നോക്കുന്നു. നിങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളുണ്ടല്ലോ ഞങ്ങളോടാണോ കളി? വേണ്ടി വന്നാ നിങ്ങൾ ഞങ്ങൾ കൊന്നുകളെ, നോക്കിക്കോ. ഈ റൂം ഞങ്ങളുടേതാ. വീണ്ടും അകത്തേക്ക് വന്നാലുണ്ടല്ലോ ഇനിയും ഇടി കിട്ടത്തേ ഉള്ളൂ. വാടാ. നിങ്ങളൊന്നും മനുഷ്യരല്ലേടാ, വിശ്വസിക്കളാ. നിങ്ങൾ രണ്ടിനെയും കാര്യം ഞാൻ നാളെ നോക്കിക്കോളാം. ഇവള് യോഗയും പഠിച്ചിട്ടുണ്ടല്ലേ? അതെ അമ്മേ, നന്ദിനി നഴ്സിംഗിന്റെ കൂടെ ഇപ്പൊ യോഗയും പഠിച്ചുകൊണ്ടിരിക്കുക. ഓ, അവൾക്ക് വീട്ടുജോലികളും പാചകവും എല്ലാം അറിയാം. അപ്പൊ നന്ദിനി ഓൾറൗണ്ടർ ആണെന്ന് പറയേ. നമ്മുടെ വസുവിനെ പോലെ തന്നെ അമ്മേ. കാർത്തികയെ വീട് വിട്ട് പുറത്തു പോയപ്പോ തന്നെ ആ ഭാവന അവളുടെ അനിയത്തിയെ ഈ വീട്ടിലെ മരുമകളാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാ തോന്നുന്നേ. ഇന്ന് സ്കൂളിൽ വെച്ച് ഉണ്ണിയോട് വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് തല്ല് വാങ്ങിക്കൊടുക്കണം. ബാഗൊക്കെ റെഡിയാക്കി വെക്ക്, ഞാൻ പോയി നിങ്ങൾക്കുള്ള ലഞ്ച് ബോക്സ് എടുത്തിട്ട് വരാം. ഈ വീക്ക് മാത്രം മതി അമ്മ ലഞ്ച്, അടുത്ത വീക്കോട്ട് വേണ്ടല്ലോ. അതെന്താ? നെക്സ്റ്റ് വീക്ക് മുതലേ സ്കൂള് ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ അമ്മേ. ഓ, ഹാഫ് ഡേ ഉള്ളൂ അല്ലേ? അത് കഴിഞ്ഞാൽ സമ്മർ ഹോളിഡേസ് വരും. മക്കളെ സ്കൂളിൽ പോകാൻ റെഡിയായല്ലോ അല്ലേ? എന്താ കിട്ടു, നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നോക്ക് കിട്ടു, നല്ല പോലെ പഠിക്കണം. ഇപ്രാവശ്യം എക്സാമിന് പാസ്സായില്ലെങ്കിലും ഉണ്ടല്ലോ, അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യലെന്നാ പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? കിട്ടു ഉറപ്പായിട്ടും പാസ്സാവും ചേട്ടാ. ഇവൻ പാസ്സാവുന്ന കാര്യം, നിന്റെ ഓടിപ്പോയ ഭർത്താവ് തിരിച്ചു വരുന്ന കാര്യം നടക്കാത്ത സ്വപ്നങ്ങളാ. ഇതാ നോക്ക്, എന്റെ ഭർത്താവിനെ എന്റെ കൊച്ചിനെ കാണുമ്പോ നിങ്ങൾക്ക് എന്താ എത്ര അസൂയ? സത്യം പറഞ്ഞ ആർക്കായാലും ഒന്ന് നോവും. നിന്റെ മോൻ ഏതെങ്കിലും ഒരു ദിവസം പുസ്തകം എടുത്ത് പഠിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ പരീക്ഷയിൽ ജയിക്കുന്നേ? അവൻ ദിവസം സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ടല്ലോ കുഞ്ഞമ്മേ. സ്കൂളിൽ മാത്രല്ല വീട്ടിലും കാര്യങ്ങൾ പഠിക്കണം. ഉണ്ണീനെ അനുവിനെ കീർത്തിനെ കണ്ട് നിന്റെ മോന് കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിക്കണം. കുട്ടികൾ വെറുതെ ഇതിലേക്ക് വലിച്ചഴക്കല്ലേ അമ്മേ? അങ്ങനെ പറഞ്ഞു കൊടുക്കു ചേട്ടാ. എപ്പ നോക്കിയാലും ഞങ്ങളോട് വഴക്കുണ്ടാക്കാനേ നേരമുള്ളൂ. ശരിയാ, നിങ്ങളോട് വഴക്കിടാന്നല്ലാതെ എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. അയ്യോ,
രാവിലെ തന്നെ തുടങ്ങിയ വഴക്ക്. കുറച്ചു നേരം സമാധാനമായിട്ട് ഇരുന്നൂടെ? നോക്ക് വല്യമ്മേ, ഈ കുഞ്ഞമ്മ എപ്പോഴും എന്നെയും എന്റെ മോനെയും വഴക്ക് പറയുക. നിങ്ങൾ മര്യാദയ്ക്ക് നടന്ന ഞാൻ എന്തിനാ വഴക്ക് പറയുന്നേ? അവരെങ്ങനെയായിരുന്നു ഏട്ടത്തിക്ക് എന്താ? പോയി നിങ്ങളുടെ ജോലി നോക്ക്. ഉണ്ണി, അനു, കീർത്തി, കിട്ടു, ഹോംവർക്ക് എല്ലാം ചെയ്തല്ലോ അല്ലേ? ആ കംപ്ലീറ്റ് ചെയ്തച്ചാ. ഉം. ഞാനും കംപ്ലീറ്റ് ചെയ്തു അങ്കിളെ. ചേട്ടാ, മലയാളം ടീച്ചർ പോയം മനപ്പാടാക്കി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ചേട്ടൻ പോയം പഠിച്ചായിരുന്നോ? ആ, ഞാൻ ഇന്നലെ ഈ കാര്യം മറന്നിട്ടാണല്ലോ കിടന്നുറങ്ങിയത്. ഞാനിപ്പോ എന്ത് ചെയ്യും? പോയം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ടീച്ചർ എനിക്ക് പണിഷ്മെന്റ് തരുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താടാ മിണ്ടാതിരിക്കുന്നേ? ഉണ്ണി ചോദിക്കുന്നേ കേട്ടില്ലേ? അതിന് മറുപടി പറ. നോക്കൂ കുഞ്ഞമ്മേ, എന്റെ മോനെ എല്ലാം അറിയാം. ആരും അവനോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ആ, വയറുവേദനയാണെന്ന് പറഞ്ഞ് ഇന്നെങ്ങനെങ്കിലും ലീവ് എടുക്കാം. ആ, അതായിരിക്കും കറക്റ്റ് പ്ലാൻ. ആ ആ, എനിക്ക് വയറുവേദനിക്കുന്നമ്മേ. ആ, കിട്ടു, വയറുവേദനിക്കുന്നമ്മേ. ആ, വയറുവേദനിക്കുന്നമ്മേ. കിട്ടു. ആ, കിട്ടു, ആ, ആ, വയറുവേദനിക്കുന്നമ്മേ. ആ, 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 എന്ത് പറ്റി കിട്ടു? അമ്മേ, അമ്മേ, കിട്ടു. വയറുവേദനിക്കുന്നമ്മേ. എന്ത് പറ്റി കിട്ടു? ഭയങ്കര വയറുവേദന അമ്മേ. കിട്ടു, എന്തു പറ്റി? നല്ല വയറുവേദന അമ്മേ. അമ്മ, ഇത്രയും നേരം നീ പയറ് പോലെ ഒരു കുഴപ്പമില്ലാതല്ലേ നിന്നത്? പെട്ടെന്ന് കഴുത്തിന് പിടിച്ച കോഴിയെ പോലെ നീ എന്നെ ഒച്ച വെക്കുന്നേ. വേദന എടുക്കുമ്പോ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ മോൻ വയറുവേദന എടുത്ത് തുടിക്കുക. അപ്പോഴാ നിങ്ങളുടെ ചോദ്യത്തിന്റെ മേലെ ചോദ്യം. ഭാവനെ, വീട്ടില് വയറുവേദനക്കുള്ള മരുന്നുണ്ടാവും, പോയി എടുത്തിട്ട് വാ. ഒന്നും ആവില്ല മോനെ, ഇപ്പൊ കുറഞ്ഞോളൂ. നന്ദിനി, ഒന്ന് പോയി നോക്കി കിട്ടുന്ന എന്താ പറ്റിയെന്ന്. കിട്ടു, എവിടെയാ വേദന? ഇവിടെയാണോ? എന്തെങ്കിലൊക്കെ വാരി വലിച്ച് തിന്നു കാണും. അത് ദഹിക്കാതെ വന്നപ്പോ വയറുവേദന വന്ന് കാണും. കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കേട്ടത്തി. കിട്ടു, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇവിടെ വയറുവേദനയ്ക്കുള്ള ടാബ്ലറ്റ്സ് ഇല്ല. അയ്യോ, കിട്ടിച്ചേട്ടന് വയറുവേദനയൊന്നുമില്ല, വെറുതെ അഭിനയിക്കുക. പോയം കാണാതെ പഠിച്ചു കാണില്ല, അതാ വയറുവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോവാതിരിക്കുന്നത്. അമ്മേ. ആ. ഇവൻ എന്തിനാണാവോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇതെന്റെ പ്ലാൻ ആണെന്ന് മനസ്സിലായി കാണോ? ആ, അമ്മേ. പാവം, വേദന കൂടുതലാണെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയാലോ? ഹോസ്പിറ്റലിൽ പോയാ ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷൻ തരില്ലേ? ആ, ഡോക്ടറെ കാണിക്കുന്നതാണ് ബെറ്റർ. ഏട്ടാ, കാർ എടുക്കാം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലിലൊന്നും പോണ്ടച്ചാ. വയറുവേദന കുറയാൻ വേണ്ടിയിട്ട് അമ്മ ഒരു കഷായം ഉണ്ടാക്കി തരാറില്ലേ? ചേട്ടനത് കൊടുത്താ വയറുവേദന ഉടനെ മാറും. അതെ സാ, അന്ന് എനിക്കും കീർത്തിക്കും വയറുവേദന വന്നപ്പോ അമ്മ തന്നെ കഷായ കുടിച്ചത്. അത് കുടിച്ച ഉടനെ ഞങ്ങളുടെ വയറുവേദന മാറി. വസു, വേഗം പോയി കഷായം ഉണ്ടാക്കി കൊണ്ടുവാ. ശരി അമ്മ. വേഗം എടുത്തിട്ട് വാ. വയറുവേദന ശരിക്കും കൂടുതലാണോ ചേട്ടാ? അമ്മേ. ചേട്ടന് ശരിക്കും വയറുവേദന ഉണ്ടെങ്കിൽ എന്റെ അമ്മ തരുന്ന കഷായം കുടിച്ചാൽ അത് മാറും. പക്ഷെ വയറുവേദന ഇല്ലാതെയാണ് ആ കഷായം കുടിക്കുന്നതെങ്കിൽ 3 ദിവസം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. ഫുൾ ടൈം വൊമിറ്റിങ്ങും മോഷൻസും ആയിരിക്കും. അമ്മ. ആ, ആലോചിച്ച് നോക്ക്. അമ്മ. ഒന്നുമില്ല. അവിടെ കിട്ടു, ഒരു കുഴപ്പമുണ്ടാവില്ല. വേഗം കൊടുക്ക്. കിട്ടു, ഇതാ കഷായം കുടിക്കൂ. കുടിക്കേ. ആഹാ, എനിക്ക് വേണ്ട. കുടിക്കും മോനെ. കുടിക്കേ, വയറുവേദന കുറയും. ആ, ഓൾറെഡി എന്റെ വയറുവേദനയ്ക്ക് മാറി. എന്റെ വയറുവേദന മുഴുവൻ മാറി. അതെങ്ങനെയാണ് നിന്റെ വയറുവേദന മാറിയത്? എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ പോയി. ശരിക്കും നിനക്ക് വയറുവേദന വന്നോന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ടില്ലേ, നോക്ക് വല്യമ്മേ, ഈ കുഞ്ഞമ്മ ചെറിയ കുട്ടികളോട് വഴക്കിന് പോകുന്നത്. എങ്ങനെയായാലും വയറുവേദന കുറഞ്ഞല്ലോ. വിട്ടേക്ക്. നിങ്ങൾക്ക് സ്കൂളിൽ പോയ സമയമായില്ലേ? വേഗം പോവാൻ നോക്ക്. ബൈ. ബൈ
സൂക്ഷിച്ചു പോണം കേട്ടോ. അബി, ഭാസ്കർ, അഖിൽ പോയി കുളിച്ചിട്ട് വാ, ഭക്ഷണം കഴിക്കാം. ശരി അമ്മേ. ശരി വാ. ഭാവനെ, നന്ദിനി എല്ലാം എടുത്തു വെക്ക്. ശരി അമ്മ. ഏടത്തി, ഞാൻ എന്ത് ചെയ്യണം എടുത്തി? കുറച്ചു നേരം മിണ്ടാതിരുന്ന കൊള്ളാം. അഖിൽ, നീ പുറത്തേക്ക് പോവാണോ? ഓഫീസിലേക്ക് ഏട്ടാ. ഇന്ന് മുതൽ ഞാനും നിങ്ങളുടെ കൂടെ ഓഫീസിലേക്ക് വന്ന് ഈവനിന്റെ കാര്യങ്ങളൊക്കെ നോക്കും. നിന്റെ കാര്യം ഇപ്പോഴല്ലേ ശരിയായതാകിൽ, അതിനിടയ്ക്ക് നിനക്ക് ഓഫീസിലേക്ക് പോകണോ? അതെ അഖിൽ, കുറച്ചു നാള് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. 4 മാസത്തോട്ട് റെസ്റ്റിലായിരുന്നില്ല ഏടത്തി. ബോറടിക്കുക എനിക്ക്. ഇനിയും വീട്ടിൽ തന്നെ ഇരുന്ന ഞാൻ പഠിച്ച കാര്യങ്ങളും ചെയ്തിരുന്ന ജോലിയൊക്കെ മറന്നുപോകും. ശരി അഖിൽ, നീ ഓഫീസിലേക്ക് പൊയ്ക്കോ, ഏട്ടനെ സഹായിക്കേ. അവിടെ ഒരാള് തിന്നോണ്ടിരിക്കുകയല്ലേ, അതിനെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി തൂക്കലോ വാരലോ എന്തെങ്കിലും ജോലി കൊടുത്തേക്ക്. ഈ വീട്ടിലുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക അവള്. നോക്ക്, തൂക്കുന്ന ജോലിക്ക് പോകാനുള്ള തലയിലെടുത്തൊന്നും എനിക്കില്ല. അങ്ങനെ പോണമെങ്കിൽ തന്നെ എന്നേക്കാൾ മുന്നേ പോകേണ്ടത് നിങ്ങളാണ് കുഞ്ഞമ്മേ. നിങ്ങൾ ഓഫീസിൽ പോയി ആ ജോലിയൊക്കെ നോക്ക്. രണ്ടുപേരും ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, വഴക്കുണ്ടാക്കാതിരുന്നാ മതി. അമ്മായി, കാർത്തിക വരുന്നുണ്ട്. നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞതില്ലേ കാർത്തിക? പിന്നെന്തിനാ ഈ വീട്ടിലേക്ക് നീ വീണ്ടും വന്നത്? അവള് വന്നതല്ല, ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. നിങ്ങളുടെ മകൾക്ക് നാണമില്ലെന്നറിയാം. നിങ്ങൾക്ക് അല്പമെങ്കിലും വിവരമില്ലേ അംബികാദേവി? എനിക്ക് വിവരമുണ്ടോ എന്നുള്ളത് പിന്നീട് നോക്കാം. നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ? എന്റെ മോളെ ഉടുത്ത തുണിയോടെ നിങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ നിറക്കി വിട്ടില്ലേ? അതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ മോള് തന്നെയാ. അവൾ അഖിലിനോട് വിശ്വാസവഞ്ചന കാണിച്ചു. ലഹരിയില് ബോധമില്ലാതെ എന്തോ ഒരു തെറ്റ് സംഭവിച്ചു പോയി. അതിന് ഇത്ര വലിയ ശിക്ഷ കൊടുക്കണോ? എന്ത് നീതിയാ? ഇതാണോ നിങ്ങളുടെ ന്യായം? ഇതാണോ സത്യസന്ധത? എക്സ്ക്യൂസ് മീ, വിവാഹമോചനം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് നിങ്ങളാണ്. സ്വത്തിനു വേണ്ടി അഖിലിനെയും കാർത്തികയും പിരിക്കണമെന്ന് വാശി പിടിച്ചത് നിങ്ങളാണ്. ഞങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മകളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയത് നിങ്ങളാണ്. എന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ന്യായം പറയുന്നോ? അപ്പോ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലേ? നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെന്നാണോ? ഞങ്ങൾ ചെയ്ത ഒരു തെറ്റെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത്രയും കാലം ഞങ്ങൾ കാർത്തികയോട് ക്ഷമിക്കുമായിരുന്നു. പല തെറ്റുകൾ ചെയ്യുമ്പോഴും കാർത്തിക ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അവള് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റം അവള് ചെയ്തത്. തെറ്റ് ചെയ്യാത്തവരായ ആരുമില്ല വസു. എല്ലാവരും അത്ര നല്ലവരൊന്നും അല്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചെയ്ത തെറ്റ് തിരുത്താൻ തയ്യാറാകാതെ ആ തെറ്റിനെ മറച്ചു വെച്ച് വീണ്ടും അത് ആവർത്തിക്കുന്നത്, തെറ്റിന് മീതെ തെറ്റ് ചെയ്യുന്നവര് എത്ര പേരുണ്ടാവും? നിങ്ങളുടെ മോൾ അത്രയ്ക്കും വലിയ തെറ്റാ ചെയ്തത്. എന്നെയും എന്റെ കുടുംബത്തെയും കരിവാരി തേച്ചു. അതുകൊണ്ടാ ഡിവോഴ്സ് കൊടുത്തവളെ പറഞ്ഞു വിട്ടത്. ഡിവോഴ്സ് കൊടുത്താൽ മാത്രം മതിയോ? ജീവനാംശം കൊടുക്കണ്ടേ? എന്തിന് ജീവനാംശം തരണം? നിങ്ങൾക്ക് അതിനുള്ള ഒരു യോഗ്യതയും ഇല്ല. എന്തുകൊണ്ടില്ല? എന്റെ ബേബി ഇത്രയും നാളെ ഈ വീട്ടിൽ ജോലി ചെയ്തിരുന്നതല്ലേ? അതിനവൾ ഇവിടെ എന്താ ചെയ്തത്? ഒരു നേരമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ? വീട് വൃത്തിയാക്കിയിട്ടുണ്ടോ? തുണി കഴുകിയിട്ടുണ്ടോ? പാത്രം കഴുകിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഭർത്താവിന്റെ കാര്യങ്ങളെങ്കിലും അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവള് കാരണമാണ് അഖിലിന്റെ കാല് പോയത്. വീൽ ചെയറിലിരുന്നപ്പോ അഖിലിനെ അവള് തിരിഞ്ഞു പോലും നോക്കിയില്ല. സ്വത്തിനോടുള്ള ആർത്തിയല്ലാതെ അവൾക്ക് മനുഷ്യത്വം എന്നൊന്നില്ല. അഖിലിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ജോലി എന്ന് പറഞ്ഞ് അവളങ്ങ് പോയി. എന്നിട്ട് അവിടെയുള്ള ഒരുത്തനുമായിട്ട് അഫയറും വെച്ചിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ സീക്രട്സ് എല്ലാം അവന് പറഞ്ഞു കൊടുത്തു.
കുടുംബത്തിന്റെ മാനം തന്നെ കളഞ്ഞു കുടിച്ചു. അങ്ങനെയുള്ളവളോട് എങ്ങനെയാ ഞങ്ങൾ ക്ഷമിക്കുന്നത് അംബികാദേവി? നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ മാപ്പ് കൊടുക്കുമായിരുന്നോ? ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ഉടുത്ത തുണിയോടെ ഇറക്കി വിടില്ലായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞ ജീവനാംശം കൊടുക്കേണ്ടത് ന്യായമാണ്. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിരുന്നെങ്കിൽ ജീവനാംശം കൊടുക്കുന്നതിൽ ന്യായമുണ്ട്. പക്ഷേ കാർത്തിക ഇതുവരെയും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. ഇക്കാര്യം പറഞ്ഞ് ജീവനാംശം കൊടുക്കാതെ അവൾക്ക് ജീവിക്കാൻ ഒരു മാർഗം കാണിക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല. ഞാൻ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യും. കൊടുക്ക് കൊടുക്ക്. എന്റെ പേരിൽ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ മോക്ക് കൊടുക്കാനായിട്ട്. ഈ കാണുന്ന സ്വത്തല്ല എന്റെ ഏട്ടനേതാ. എന്റെ പേരിൽ ഒന്നുമില്ല. ഇപ്പൊ ഇല്ലാതിരിക്കാം, പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ സമ്പാദിക്കുമല്ലോ. അന്ന് നിന്റെ സമ്പാദ്യത്തിന്റെ പകുതി എന്റെ ബേബിക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്പാദിക്കാനേ പോകുന്നില്ല. എന്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരും ജീവിതകാലം മുഴുവൻ എനിക്ക് നല്ല ആഹാരം തന്ന് നോക്കിക്കോളും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എന്റെ ധൈര്യവും വിശ്വാസവും എല്ലാം എന്റെ കുടുംബം ആടി. ഇത്രയും നാൾ ഇവരെന്നെ കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കിയത് ഇനി അങ്ങോട്ട് എത്ര കാലം വേണമെങ്കിലും അവരങ്ങനെ തന്നെ നോക്കും. അത് നമുക്ക് കാണാം. നീ എത്ര നാൾ പണം സമ്പാദിക്കാതിരിക്കാൻ പോകുന്നെന്നും ഇനി എത്ര നാൾ കല്യാണം കഴിക്കാതിരിക്കാൻ പോകുന്നെന്നും നമുക്ക് കാണാം. ഞാൻ വേറെ കല്യാണം കഴിച്ച നീ എന്താ തടയോന്നാ? നിന്റെ രണ്ടാമത്തെ കല്യാണത്തിന് തടസ്സമായി നിൽക്കുന്നോണ്ടല്ലേ എന്നെ ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞയച്ചേ. അതിനു വേണ്ടിയല്ലേ ഈ നന്ദിനിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്റെ മേൽ പഴി ചുമത്തി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക കാർത്തിക. എല്ലാവരും നിന്നെ പോലെയാണെന്ന് വിചാരിക്കരുത്. എന്റെ ബേബി പറയുന്നതിൽ എന്താ തെറ്റ്? ഈ നന്ദിനി വരുന്നതിന് മുമ്പ് നീ അഖിലിനെയും കാർത്തികയെയും ഒരുമിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ജഡ്ജിനോട് ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് 1 മാസം സമയവും വാങ്ങിച്ചു. എപ്പോ ഈ നന്ദിനി വന്നോ അന്ന് മുതലാ നിങ്ങളുടെ എല്ലാം മനസ്സ് മാറിയത്. നന്ദിനി നല്ലവളുമായി എന്റെ ബേബി വളരെ മോശമായി. നോക്ക്, നിങ്ങളുടെ മകൾ ഞങ്ങളുടെ അനിയനെ നേരാവണ്ണം നോക്കാത്തോണ്ടാ നന്ദിനി വന്നത്. അവള് ഞങ്ങളുടെ റിലേറ്റീവ് മാത്രമല്ല, അവളൊരു നല്ല നേഴ്സും കൂടെ. അതെ, വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അഖിലിനെ തന്റെ വലയിലാക്കിക്കൊണ്ട് മയക്കി വച്ചിരിക്കുക. കാർത്തിക, വസുന്ധര, നീയൊക്കെ ഒരു പെണ്ണാണോ? ഒരു ഗർഭിണിയായ പെണ്ണിനെ ഇങ്ങനെ അടിക്കാമോ? കാർത്തിക ഗർഭിണി ആയതുകൊണ്ടാ വസുന്ധര ഒറ്റയടിക്ക് നിർത്തിയത്. അവള് സംസാരിച്ച രീതി അനുസരിച്ച് കൊന്നുകളയാ വേണ്ടത്. അവരോട് എന്തിനാ സംസാരിക്കുന്നേ? അവരെ പുറത്താക്ക്. മര്യാദയ്ക്ക് ഇവിടെ നിറങ്ങിപ്പോ, ഇല്ലെങ്കിൽ കഴുത്തി പിടിച്ച് പുറത്തേക്ക് തള്ളും ഞാൻ. നിനക്ക് വേണ്ടത് ആ നന്ദിനിയാ. അവളെ നിനക്ക് കിട്ടിയല്ലോ. അവൾക്ക് വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ കുടുംബത്തിലെ എല്ലാവരും വൃത്തികെട്ടവരാ. നിങ്ങൾ മനുഷ്യരല്ല, മൃഗങ്ങളാ. ആരടി മൃഗത്തെ പോലെ പെരുമാറിയത്? അത് നീയല്ലേ? മര്യാദയ്ക്ക് പുറത്തേക്ക് പൊയ്ക്കോ. എന്റെ ബേബിയുടെ മേലെന്ന് കൈയെടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്ത് ചെയ്യുന്നു? നിങ്ങളെ പിടിച്ച് പുറത്താക്കാൻ പോവാ. വസു, ഈ രണ്ടിനെ പിടിച്ച് പുറത്താക്കാം. നടക്ക്. നിങ്ങളാരും മനുഷ്യരല്ല, രാക്ഷസികളാ.
എന്റെ മകളുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത്. എന്റെ മരുമക്കളെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം, പൊയ്ക്കോ അവിടുന്ന്. വീണ്ടും ഈ വീട്ടിലേക്ക് വന്നാലുണ്ടല്ലോ പോലീസിൽ അറിയിച്ച് ജയിലിലാക്കും. ഇറങ്ങിപ്പോ. വാ ബേബി. അയ്യോ, ഇന്ന് അമ്മയുടെ മരുമകളുടെ വിശ്വരൂപം ഞാൻ കണ്ടു. എന്തായാലും നന്നായി ഞാൻ വാ തുറന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ അവരുടെ കൂടെ ഇവരെന്നെ പുറത്താക്കിയനെ. അമ്മയ്ക്കും മോക്ക് നല്ല ശിക്ഷ തന്നെയാ കിട്ടിയത്. ഇനി അവര് പ്രശ്നത്തിനൊന്നും വരില്ല. അവള് വീണ്ടും ഇങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ ഓഫീസിലേക്ക് പോകാൻ പാടില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു ജോലിയും ചെയ്യരുത്. 1 രൂപ പോലും ഞാൻ കൊടുക്കില്ല അവക്ക്. എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. വീണ്ടും അവർ ഈ വീട്ടിലേക്ക് വന്ന പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കപ്പി. 2 പേരും പോയി ജയിലിൽ കിടക്കട്ടെ. ഇതിനു മുമ്പ് തന്നെ ജഡ്ജിനോട് പറഞ്ഞ് ചീറ്റിംഗ് കേസിന് കാർത്തികയെ ജയിലിൽ അടച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ കയറി വരില്ലായിരുന്നു.